Hi Sahwa, how are you? എന്ത് പറ്റിയായിട്ടാ? മാധുരി, എനിക്ക് ഉടനെ പോകണം. എന്നോടൊപ്പം സമാധാനപരമായ ജീവിതമായിരിക്കില്ല നിനക്ക്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. ചിലപ്പോൾ ജീവന് തന്നെ ആപത്ത് വന്നേക്കാം. സോ നന്നായിട്ടൊന്നുകൂടി ആലോചിക്കേ. പിന്മാറാൻ ഇനിയും സമയമുണ്ട്. ഒരിക്കൽ എന്നോട് യേശു പറഞ്ഞാൽ ഞാൻ പിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്തായി കല്ലു, നീ എന്താ ചിരിക്കുന്നേ? എന്റെ ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. അച്ഛാ, ഞാൻ പോകുക. വരാൻ ലേറ്റ് ആകും. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. നീ എങ്ങോട്ടായി ഈ സമയത്ത്? വിദ്യ, മോൻ പോയിട്ട് വാ. എന്താ സൈമൺ ഉണ്ടായത്? ഞങ്ങൾ അവനെ വാനിലേക്ക് കയറ്റുന്നതിനിടയിൽ ഒരു ബ്ലാക്ക് സ്കോർപിയോ വന്നു നിന്നു. അതിലിരുന്ന ഒരുത്തൻ അയാൾ ഷൂട്ട് ചെയ്തു. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ ഇറ്റ്സ് ഓക്കെ, ചത്തത് നല്ലവനൊന്നുമല്ലല്ലോ. പക്ഷേ എന്താ ബോസ്, അതാ അഭിറാമാണോ? നോ, ഇവനെ പോലെ ഒരുത്തനെ കൊല്ലാൻ അവൻ നേരിട്ട് വരില്ല. പക്ഷെ നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം ഇവൻ അറിയാമായിരുന്നു. അത് നമ്മൾ അറിയാതിരിക്കാനാണ്. ബോസ്, ജുവാൻ, എനിക്കൊരു ഭയം പോലെ. അഭിറാം നീ ഭയക്കുന്നത് അഭിറാമിനെയാണെങ്കിൽ ഞാൻ ഭയക്കുന്നത് ജുവാനെയാണ്. ആദ്യം ഇല്ലാതാക്കിയത് അഭിറാമാണെന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ജോൺ സാറിനെ ഇല്ലാതാക്കി അവരുടെ കുടുംബം അനാഥമാക്കിയത് അവനാണെന്നറിഞ്ഞാൽ ജുവാൻ വെറുതെ ഇരിക്കില്ല. രുദ്രയോ ദീപക്രിയെ പോലെയല്ല അവൻ. ഏതായാലും ഇവനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചേക്ക്. യെസ് ബോസ്. ഹലോ, കിട്ടിയോ അവനെ? കിട്ടി ബോസ്. മാർട്ടിൻ, ജുവാൻ ബോസ് ഞങ്ങളെ പിന്നാലെ ഉണ്ട്. പക്ഷേ എനിക്കവനെ വേണം, ജീവനോടെ, വിത്തിൻ 2 days. ഓക്കെ ബോസ്. താൻ ഹാപ്പി അല്ലേ? ഹാപ്പി. ഞാൻ മാത്രമല്ല, എല്ലാവരും ഹാപ്പി. മധു ഭയങ്കര കരച്ചിലായിരുന്നു. എന്തിനാ? സന്തോഷം കൊണ്ട്. അവൾ അങ്ങനെയാ. എന്നിട്ട് തന്റെ ഉമ്മച്ചൻ ചേട്ടൻ എങ്ങോട്ട് പോയി? ഉമ്മച്ചനോ? അതെ, ഉമ്മച്ചൻ. അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. എന്ത് കാര്യം? എനിക്കും വേണം. എന്ത്? ഉമ്മ. ഒന്ന് പോയേ പ്ലീസ് കല്ലൂസേ, ഒരെണ്ണം. പോ അവിടുന്ന്, ഞാൻ വെക്കുവാ. ബൈ. ഏയ് പോകല്ലേ കല്ലു. ലച്ചോ, അമ്മു, ലച്ചു എവിടെ? റൂമിലുണ്ട്. എന്താ ഏട്ടാ? ഒരു കോഫി വേണമായിരുന്നു. ഞാൻ ഉണ്ടാക്കി തരാം. താങ്ക് യു അമ്മൂട്ടി. ഏട്ടാ, എന്താ അമ്മു? കിട്ടിയോ? എന്ത്? ഉമ്മ. കിട്ടിയില്ലല്ലേ? ഹലോ, പറഞ്ഞോളിയാ. രുദ്ര, എനിക്കൊന്ന് കാണണം. ഈ സമയത്തോ? ദീപകിനെ കൂടെ കൂട്ടിക്കോ. ഓക്കെ. അല്ല, എവിടെയാ വരേണ്ടത്? ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം. ശരി. എടാ രുദ്ര, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. എന്ത്? എടാ, അയാൾ ശരിക്കും ഇങ്ങോട്ട് തന്നെയാണോ വരാൻ പറഞ്ഞത്? അതെ, നീ ഒന്ന് വേഗം വാ. എടാ, ഒന്ന് പതുക്കെ പോ. ഹോ, എന്നാലും എന്തൊരു സ്ഥലമായത്. കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. ഈ രാത്രിയിൽ തന്നെ നമ്മളെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാകും? അറിയില്ല. എന്തായാലും ജുവാൻ അറിയരുതെന്നാകും. അതല്ലേ നമ്മളെ രണ്ടുപേരെയും മാത്രം വിളിച്ചത്. എടാ രുദ്ര, നല്ല പാലപൂത്ത മണം വരുന്നില്ലേ? വല്ല യക്ഷിയും ഇറങ്ങുമോ എന്തോ. പിന്നെ യക്ഷി, നീ ഒന്ന് വന്നേ. അയ്യോ, എന്താടാ കോപ്പേ? ദേടാ, അവിടെ എന്തോ അനങ്ങി. എവിടെ?
ദേ അവിടെ. ഓ, അതൊരു എലിയാടാ. ദേ, എലിയായിരുന്നോ? ദേ അതാ വീട്, നീ വാ. എടാ, നിന്റെ അളിയൻ ശരിക്കും മാഫിയ കിങ് ആണോ അതോ വല്ല ആദിവാസി മൂപ്പനോ? ഫോറസ്റ്റിനകത്ത് വീടൊക്കെ വെച്ച് താമസിക്കാൻ. നീ ഒന്ന് വന്നേ. പേടിയൊന്നും തോന്നിയില്ലല്ലോ ഇങ്ങോട്ട് വരാൻ? എന്ത് പേടി അല്ലേ രുദ്ര? അതെ അതെ, അകത്തേക്ക് വാ. രുദ്ര, നിനക്ക് എല്ലാവരോടും ദേഷ്യമാണോ? ഇല്ല, പിന്നെ ഒക്കെ പെട്ടെന്ന് കേട്ടപ്പോൾ കുറച്ച് വിഷമം, അത്രയേ ഉള്ളൂ. നിങ്ങളോട് ഇതൊക്കെ പറയാതിരുന്നത് നിങ്ങളുടെ സ്റ്റഡീസ്, നിങ്ങളുടെ ഭാവി ഇതൊക്കെ ഓർത്താണ്. പകയുമായി അഭിറാമിന് പുറകെ പോയി പ്രതികാരം ചെയ്ത് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. അതല്ല നിങ്ങളുടെ അച്ഛന്മാർ ആഗ്രഹിക്കുന്നതും. അതല്ല ജോൺ സാറും ആഗ്രഹിച്ചത്. അവർ പടുത്തുയർത്തിയ സാമ്രാജ്യം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. സന്തോഷവും സമാധാനപരവുമായ ജീവിതം നിങ്ങൾക്കുണ്ടാകണം. അയാളോട് ഞങ്ങൾ പ്രതികാരവുമായി പോകുന്നത് എന്തിനാ ചേട്ടാ? നിയമത്തിനു മുന്നിൽ അയാളെ കൊണ്ടുവരാൻ ഒരു പക്ഷേ ശ്രമിച്ചെന്നിരിക്കും, അല്ലാതെ. ദീപക്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം അതുകൂടെ കേട്ടിട്ട് പറയൂ. പക്ഷേ അതൊരിക്കലും നിങ്ങളിലൂടെ ജുവാൻ അറിയരുത്. എന്താ അളിയ? അഭിറാം നരേന്ദ്രൻ ആദിത്യയുടെ ഘാതകൻ മാത്രമല്ല, ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ആ വലിയ മനുഷ്യനെ, നിങ്ങളുടെ ജോൺ പപ്പയെ കൊന്നതും അവനാണ്. ജോൺ പപ്പയെ കൊന്നുവെന്നോ? പക്ഷെ പപ്പയുടേതൊരു ആക്സിഡന്റ് ആയിരുന്നില്ലേ? ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർത്തതാണ് നരേന്ദ്രൻ. ഇനി പറയും, നിങ്ങൾ അവനെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നോ അതോ? എൻ്റെ പപ്പ വെറുതെ വിടില്ല ഞാൻ അവനെ. ഇതുകൊണ്ടാണ് നിങ്ങളെ ഒന്നും അറിയിക്കാത്തത്. ഭീരുവാണവൻ. മാഫിയ കിങ് ജോൺ മാത്യുവിനെ ഇല്ലാതാക്കിയിട്ട് അവനിവിടെ സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് രാജ്യം വിട്ടത്. ഒരുപാട് ശ്രമിച്ചു കണ്ടെത്താൻ, പക്ഷെ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ചില നാടകങ്ങൾ കളിക്കേണ്ടി വന്നത്. രുദ്ര, ജുവാൻ ഒരിക്കലും ഇതറിയരുത്. അറിഞ്ഞാൽ കൊത്തി നുറുക്കും അവനെ ജുവാൻ. അതെ, അങ്ങനെ ഉണ്ടായാൽ രക്ഷ, അവളുടെ സന്തോഷം, അവളുടെ ജീവിതം. ജുവാനെ നിങ്ങൾ വേണം നിയന്ത്രിക്കാൻ. നിങ്ങൾക്കതിന് കഴിയും. എന്ന് വെച്ചാൽ അളിയൻ എന്താ ഉദ്ദേശിക്കുന്നത്? അഭിറാമിനെ വെറുതെ വിടണമെന്നോ? നോ, അഭിറാമിനുള്ളത് ഞാൻ കൊടുത്തോളാം. ജുവാൻ ഒരിക്കലും സത്യങ്ങൾ അറിയാനോ അഭിറാമിനെ കാണാനോ പാടില്ല. ജുവാൻ ഒരിക്കലും തനിച്ചാകരുത്. തനിച്ച് ഒരിടത്തും പോവുകയുമരുത്. അഭിറാം ജുവാൻ എന്തെങ്കിലും ചെയ്യുമെന്നാണോ? നോ, ജുവാൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടി വരില്ല. മരിയ, ഇതെന്താ ഈ രാത്രിയിൽ? അത് രുദ്ര എവിടെ? എനിക്ക് അവരെ ഓർത്തിട്ട് ഒരു സമാധാനവുമില്ല. രുദ്രയും ദീപവും പുറത്തു പോയി. ഈ രാത്രിയിലോ? അറിയില്ല, അയോധ്യ വിളിച്ചിരുന്നു, അങ്ങനെ പോയതാ. എങ്ങോട്ടാന്ന് പറഞ്ഞില്ലേ? ആയുവിന്റെ വീട്ടിലേക്കാണെന്നാ പറഞ്ഞത്. നിങ്ങൾ വാ, കഴിക്കാം. വേണ്ടമ്മ, ഞാൻ കഴിച്ചതാ. രുദ്ര എന്താ ഫോൺ എടുക്കാത്തത്? അമ്മു, സോറി, ഞാൻ പെട്ടെന്ന്. എന്തിനാ അമ്മു എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ അന്ന് പറഞ്ഞതിനൊക്കെ മാപ്പ്. സോറി അമ്മു. നിങ്ങൾ ഇന്നലെ എവിടെ പോയതാ? കല്ലുവിനെ കാണാൻ. എന്നിട്ട് ലച്ചുവമ്മ പറഞ്ഞത് നിന്റെ അളിയൻ വിളിച്ചു പോയതാണെന്നാണല്ലോ. അതെ, അളിയൻ വിളിച്ചു തന്നെയാ പോയത്. എന്തിന്? ഒരു ഹാപ്പി ന്യൂസ് പറയാൻ. എന്ത് ഹാപ്പി ന്യൂസ്? അയോധ്യ മാധുരിയോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞിരിക്കുന്നു. ശരിക്കും? അതേടാ. പിന്നെ കല്ലുവിന് ഫോൺ തിരികെ കൊടുക്കാൻ ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു, അതും പരിഹരിച്ചു. നന്നായി. എന്താടാ? ഒന്നുമില്ല. അതല്ല, എന്താ കാര്യം? ഞാൻ നാട്ടിലേക്ക് പോയാലോ എന്നാ. നാട്ടിലേക്കോ? എനിക്ക് പറ്റുന്നില്ലടാ. അമ്മു, ഞാൻ അവൾക്കൊരു ശല്യമായിട്ട് ഇവിടെ. ഞാൻ മമ്മിയോട് പറഞ്ഞു കുറച്ചു നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതിനെക്കുറിച്ച്. എന്നിട്ട് മമ്മി സമ്മതിച്ചോ? സമ്മതിച്ചു. മമ്മിയെ പറഞ്ഞത് മമ്മിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി തരാമെന്ന്.
അപ്പോൾ ഞാനോ? പറയടാ, അപ്പോൾ ഞാനോ? നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് പോകണോ അല്ലേ? രുദ്ര, പൊയ്ക്കോ. പോകുന്നവരൊക്കെ പൊയ്ക്കോ. കോഴ്സ് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് ദീപു USA പോകുവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നീ ഉണ്ടാകുമല്ലോ എന്ന്. പൊയ്ക്കോ, രുദ്രയ്ക്ക് ആരും വേണ്ട. രുദ്ര, എടാ, ഞാൻ ദീപു തിരികെ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. രുദ്ര, നിക്ക്. പോടാ, പോകുന്നവർക്കൊക്കെ പോകാം. രുദ്ര തനിയെ മതി. എടാ നിൽക്ക്, ഞാൻ പോകുന്നില്ല. സത്യം, നീ എന്നെ ഇനി ആട്ടി ഓടിച്ചാലും ഞാൻ പോകില്ല. പോരെ? പക്ഷേ പക്ഷേ ഐ നീഡ് യു ഹെൽപ്പ്. എന്ത് ഹെൽപ്പ്? അത് അമ്മു അവളിങ്ങനെ ഒന്നും മിണ്ടാതെയും മുഖത്ത് നോക്കാതെയൊക്കെ നടക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ലടാ. എനിക്ക് പറ്റുന്നില്ല. നീ ഒന്ന് സംസാരിക്കുമോ പ്ലീസ്? ഇനി ആ കാരണം കൊണ്ടാണ് മോൻ നാട് വിട്ട് പോകാനിരിക്കുന്നതെങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു. ഏട്ടാ, എന്തു പറ്റി? വീണ്ടും അതൊക്കെ ആലോചിച്ചിരിക്കുവാണോ? അതൊക്കെ കഴിഞ്ഞില്ലേ? അതൊന്നുമല്ല അമ്മു, ഞാൻ നമ്മളെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞ് ദീപ് USA പോയാൽ നമ്മൾ രണ്ടുപേരും മാത്രമാകും. നീ കോളേജിൽ പോയി കഴിയുമ്പോൾ ഞാൻ തനിച്ച്. എന്താ, തനിച്ചോ? അ- അപ്പോൾ അപ്പോൾ ഇച്ചായൻ അവൻ പോകുക നെക്സ്റ്റ് വീക്ക് എങ്ങോട്ട്? മമ്മിയുടെ നാട്ടിലേക്ക്. കോളേജിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങി മമ്മിയുടെ ഏതൊരു ഫ്രണ്ടിൻ്റെ കോളേജിലേക്ക് ചേരാൻ പോകുന്നു. പിന്നെ ഹയർ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. മമ്മി എങ്ങോട്ട് പോകാൻ തീരുമാനിച്ചാൽ പിന്നെ ഒരു മടങ്ങി വരവ് ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. അമ്മോ, അമ്മോ, നീ ഇതെങ്ങോട്ടാ? ഡാ, ഒന്ന് വന്നേ. എന്താടാ? അത് പിന്നെ അമ്മു അമ്മു ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ മാത്രം ജുവാൻ എന്തു പറ്റി? എന്താ പറ്റിയതെന്ന് നിനക്കറിയില്ലേ? നീ എന്തിനാ അത് അമ്മൂനോട് പറഞ്ഞത്? ദീപു അളിയൻ പറഞ്ഞത് നീ മറന്നോ? ജുവാൻ അവൻ തനി ഇവിടെ നിന്ന് മാറി നിന്നാൽ അബ്രാമിൻ്റെ പണി എളുപ്പമാകും. ഓ മൈ ഗോഡ്, നോ, ജുവാൻ പോകാൻ പാടില്ല രുദ്ര. പക്ഷേ അമ്മുവിൻ്റെ പെരുമാറ്റം ഇതുപോലെ തുടർന്നാൽ അവൻ പോകും. സോ ദീപു, മനസ്സിലായി? ആഹാ, മോളായിരുന്നു. അവന്മാരെന്തേ? അമ്മു അമ്മു ഒന്നും മിണ്ടാതെ മുകളിലേക്ക് ഓടി. അമ്മു, നീ എന്താ ഇവിടെ? എന്നെ ഇട്ടേച്ച് നിങ്ങൾക്ക് എങ്ങോട്ടായി ചായ പോകേണ്ടത്? എന്താ? അമ്മു കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കാൻ ഞാൻ അവനോട് പറഞ്ഞത്. അപ്പോൾ ഞാനോ മമ്മി? മോളെ, എന്നെ വേണ്ടാതായോ? എന്നിൽ നിന്ന് രക്ഷപ്പെടാനാണോ ഈ ഒളിച്ചോട്ടം? എന്തൊക്കെയാ അമ്മൂടി നീ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നിന്നെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ നിനക്കൊരു ശല്യമാകാതിരിക്കാനാ. ഞാൻ പറഞ്ഞു എനിക്ക് ശല്യമാണെന്ന്. എന്നെ ഇട്ടേച്ച് പോകല്ലേ ചായ. എനിക്ക് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ? മതി മതി. അമ്മു, താഴേക്ക് ചെല്ല്. മമ്മി വിളിക്കുന്നു. ഒളിച്ചോടാനും മാത്രം ഇപ്പോൾ എന്തുണ്ടായി? എടാ, അത് പിന്നെ ഞാൻ വിശദീകരിക്കണമെന്നില്ല, മനസ്സിലായി. രുദ്ര, ഞാൻ താഴെ കാണാം. ശരി, താങ്ക്സ് ഡാ. രുദ്ര, എന്താടാ ഈ നേരത്ത്? അത് പിന്നെ എനിക്കൊരു കാര്യം. എന്തു കാര്യം? എടാ, പിന്നെ പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. നീ കാര്യം പറയ്. നിനക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ദീപു, നീ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്ത് സമ്മതിപ്പിക്കണമെന്ന്? അത് രുദ്ര, അമ്മുവിനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നടക്കില്ല. രുദ്ര, ദീപു സമ്മതിക്കില്ല. പിന്നെ അമ്മുവാണ് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. പിന്നെ ദീപു സമ്മതിക്കില്ല. നിന്നോട് പറഞ്ഞ് അവനെ സമ്മതിപ്പിക്കണമെന്നും പറഞ്ഞു.
ഇതിനിടയിൽ അതും നടന്നോ? ഉം. എടാ പക്ഷേ എന്താ, നിനക്കെന്നെ വിശ്വാസമല്ലേ? അതല്ലടാ, പ്ലീസ്. ഞാൻ നോക്കട്ടെ. താങ്ക്സ് അളിയ. വലിയ സന്തോഷമൊന്നും വേണ്ട, ഞാൻ നോക്കട്ടെന്നേ പറഞ്ഞുള്ളൂ. അതിനർത്ഥം ഓക്കെ ആയി എന്ന് തന്നെയാ. താങ്ക് യു. അതെ, കോളേജ് വീട്, വീട് കോളേജ്, ഇത് മാത്രമേ പാടുള്ളൂ. അല്ലാതെ എന്ത്? ഒന്നുമില്ല. എന്നാൽ നിനക്ക് കൊള്ളാം. ട്രസ്റ്റ് മീ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. ശരി, അമ്മ കയറിക്കോ. സൂക്ഷിച്ചു പോണേ, വലിയ സ്പീഡൊന്നും വേണ്ട. ഓക്കേ. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ലടാ. പപ്പയെ അഭിറാമാണ് കൊന്നതെന്ന്. അഭിറാം നരേന്ദ്രൻ, വെറുതെ വിടില്ല ഞാൻ അവനെ. അയോധ്യ മഹേശ്വർ ആയിരിക്കില്ല അവൻ അന്ത്യം കുറിക്കുന്നത്. ജുവാനൊന്നും അറിയരുതെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ തിരക്കി ഇറങ്ങിയേനെ ഞാൻ അവനെ. രുദ്ര. ജുവാൻ, നീ എന്താ എവിടെ നിൽക്കുന്നേ? ഞാൻ ലച്ചുമ്മ പറഞ്ഞിട്ട് കഴിക്കാൻ വിളിക്കാൻ വന്നതാ. ഓക്കെ, എന്നാൽ വാ കഴിക്കാം. അവൻ കേട്ടിട്ടുണ്ടാകുമോ? ഇല്ല, അവൻ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. വാ. പപ്പ, എൻ്റെ പപ്പയെ അവൻ അബ്രാം കൊന്നതാണോ? വെറുതെ വിടില്ല ഞാൻ അവനെ. ഹലോ വിജയ. നാളെ എനിക്ക് എക്സാം നേരത്തെ കഴിയും. നീയും കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങണം. ദീപും രുദ്രയെ അറിയരുത്. എന്തിനാ വിജയ? നമ്മൾ എന്താ വിജയ ഇവിടെ? എന്ത് പറ്റി വിജയ? അമ്മു, എൻ്റെ പപ്പയെ കൊന്നതാണ് അമ്മു. എന്താ? കൊന്നുവെന്നോ? ആര്? അഭിറാം, അവൻ കൊന്നതാണ് എൻ്റെ പപ്പയെ. ഇച്ഛാനോട് ഇതാര്? കഴിഞ്ഞ ദിവസം ദീപും രുദ്രയും സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അവർക്കറിയാം, എന്നോട് പറയാത്തത്. കരയില്ലേ ജയ? കൊല്ലണമോ എനിക്ക് അവനെ? എൻ്റെ പപ്പയെ ഇല്ലാതാക്കിയവനെ എനിക്ക് കൊല്ലണം. അതിന് എനിക്ക് നിന്റെ പെർമിഷൻ വേണം. ഒരു മകൻ എന്ന നിലയിൽ എൻ്റെ പപ്പയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നീ എന്നെ സഹായിക്കില്ലേ? പ്ലീസ് അമ്മു. ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നോ? അല്ല ദീപേട്ടാ, ഇങ്ങനെ എപ്പോഴും സിംഗിളായി നടന്നാൽ മതിയോ? ഒന്ന് കമ്മിറ്റഡ് ആകണ്ടേ? പിന്നെ വേണം, പക്ഷെ പറ്റിയ ഒരെണ്ണത്തിനെ കണ്ടുകിട്ടണ്ടേ? പിന്നെ ഇപ്പൊ വരും, നോക്കിയിരുന്നോ നീ? നിന്റെ പോലൊരു മുരടൽ കിട്ടിയില്ലേ? ഇത്രയും സ്വീറ്റ് ഹാൻഡ്സം ബോയ് എനിക്ക് കിട്ടാനാണോ പാട്? എടാ, ജുവാൻ എത്തിയില്ലല്ലോ ഇതുവരെ. നീ ഒന്ന് വിളിച്ചേ. ഫോൺ സ്വിച്ച് ഓഫോ? അമ്മുവിനെ ഒന്ന് വിളിച്ചേ. അമ്മു എന്തു പറഞ്ഞു? അവളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ ഇങ്ങോട്ട് പോന്നുവെന്ന്. എത്താനുള്ള സമയം കഴിഞ്ഞല്ലോ, നീ വാ. രുദ്ര ചൈത്രത്തിലില്ല, വീട്ടിലുമില്ല, മമ്മി മാത്രമേ ഉള്ളൂ. ഇവൻ ഇതിവിടെ പോയി. എടാ, എനിക്കെന്തോ. നീ അയോധ്യ അറിയിച്ചോ? ഇല്ല, ഞാൻ വിളിക്കാം. ഹലോ രുദ്ര, എന്താ? ആളെയോ? അവൻ, എനിക്ക് ചെറിയൊരു പേടി പോലെ. ആ അഭിറാം. ഏയ്, താൻ ടെൻഷനാകാതെ, ഞാൻ അന്വേഷിക്കാം. പറയാമോ? നീ എന്ത് പണിയാമോ ഈ കാണിച്ചത്? ഛേ. രുദ്ര, നീ തിരികെ വാ, ഒരു കാര്യമുണ്ട്. എന്താടാ? എടാ, പപ്പയെ കൊന്നത് അഭിറാമാണെന്ന് ജുവാൻ അറിഞ്ഞു. എങ്ങനെ? നമ്മളെന്ന് സംസാരിച്ചത് അവൻ കേട്ടുവെന്ന്. അപ്പോൾ ജുവാൻ അഭിറാമിനെ അന്വേഷിച്ചിറങ്ങിയതായിരിക്കും. അതെ. ഹലോ രുദ്രേട്ട, കല്ലു. എന്താ മധു? രുദ്രേട്ട, കല്യാണ കോളേജിൽ വന്ന് ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയി. എനിക്ക് പേടിയാകുന്നു. ആയോട്ടിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വാട്ട്? കല്ലു? എന്താടാ? കല്യാണി ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയിന്ന്? ആര്? അറിയില്ല.
ദീപു, നീ എത്രയും പെട്ടെന്ന് അമ്മുവിൻ്റെ അടുത്തേക്ക് ചെല്ല്. അവൻ്റെ അടുത്ത ലക്ഷ്യം അമ്മു ആയിരിക്കും. എടാ കല്യാണി, അത് ഞാൻ നോക്കിക്കോളാം. ബോസ്, അവളെ കാണാനില്ല. സെർച്ച്. പുറത്തു പോകാൻ വഴിയില്ല. കല്യാണി മഹേശ്വർ, എങ്ങോട്ടായി ഓടുന്നത്? പ്ലീസ് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. രുദ്രേട്ടാ, കല്ലു, രുദ്ര, കല്ലു, കല്ലു, കല്ലു എഴുന്നേക്ക്. കല്ലു, 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 പ്ലീസ് കല്ലു എഴുന്നേക്ക്. കല്ലു, കല്ലു എഴുന്നേക്ക്. കല്ലു, കല്ലു. വാവ്, എന്തൊരു സ്നേഹമാണ് രുദ്ര നിനക്ക് കാമുകിയോട്. ഇവൾ എൻ്റെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ അനുജനെ വേണ്ടാന്ന് വെച്ച് അവൾ നിന്നെ തിരഞ്ഞെടുത്തില്ലേ? ഇതിനൊരു കുഞ്ഞു ശിക്ഷ. വാ, എന്ത് പവർഫുൾ ഇടിയായിരുന്നു രുദ്ര. ഏതായാലും കാമുക്ക് ഒറ്റയ്ക്ക് പോണ്ട, നീയും കൂടെ ചെല്ല്. തീർത്തേക്കവനെ. കലു മോളെ, കലു, കലു, രുദ്ര, കലുവിനെ ഹോസ്പിറ്റലിലെത്തിക്ക് വേഗം. ഇതിപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ ജോൺ മാത്യുവിന്റെ പുത്രനും പിൻഗാമിയും ഒരുമിച്ച് എന്റെ മുന്നിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചതിനേക്കാൾ സ്മാർട്ടാണല്ലോ ജുവാൻ ജോൺ. യു ആർ സോ ഹാൻസം ലൈക്ക് യുവർ ഡാഡ്. അധികം ഡയലോഗ്സ് വേണ്ടല്ലേ, എനിക്കും അത് ഇഷ്ടമല്ല. ഞങ്ങൾക്കും. അപ്പോൾ നമുക്ക് ആക്ഷൻ തുടങ്ങാം. എന്തിനായിരുന്നടാ, എന്തിനായിരുന്നു ആ പാപത്തിനെ എന്റെ അബിയെ കൊന്നത്? അവൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? പറയടാ. എന്റെ പ്ലാൻ അവൻ കാരണമാണ് ആദ്യം നടക്കാതെ പോയത്. എന്ത് പ്ലാൻ? ജോൺ മാത്യുവിനെ കൊല്ലാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അവൻ ഒളിഞ്ഞു കേട്ടിരുന്നു. അത് ശങ്കർദാസിനെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അവനെ പിടിക്കാൻ ചെന്ന എൻ്റെ ആളുകളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. അതിന് തൊട്ടടുത്ത ദിവസമാണ് രുദ്രയുമായി അവൻ തല്ലുണ്ടാക്കിയത്. അവർ തമ്മിലുള്ള ക്ലാഷിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചുപോയ ആദിയെ എൻ്റെ ആളുകൾ പിടികൂടി. ഞാൻ അവനെ തീർത്തു. എന്നിട്ട് രുദ്ര അവനെ തള്ളിയിട്ട് സ്പോട്ടിൽ കൊണ്ടുപോയിട്ടു. ആദ്യം ശിഷ്യം ചെല്ല് ജോൺ മാത്യുവിൻ്റെ അടുത്തേക്ക്, പിന്നാലെ മകനെ പറഞ്ഞു വിടാം.
ഞാൻ കാരണം ഞാൻ കുറച്ചുകൂടെ കരുതിയിരിക്കേണ്ടതായിരുന്നു. നീ ഇങ്ങനെ തകർന്നാൽ ആ ഇരിക്കുന്ന രണ്ടുപേരെ ആരാണ് ആശ്വസിപ്പിക്കുക? രുദ്ര, ഡോക്ടർ കല്യാണി, ഡോണ്ട് വറി, ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ഷീസ് ഓക്കെ നൗ. ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം. താങ്ക് ഗാഡ്. അച്ഛാ, ഇല്ല, വിധി പോയി കണ്ടിട്ട് വാ. രുദ്ര, മോൻ ചെല്ല്. ഹായ്, രക്ഷ, ആർ യു ഓക്കെ എടതി? മിസ്റ്റർ ഫെർണാണ്ടസ്, രുദ്ര എത്തിയോ? നോ സർ. ഓക്കെ, താൻ പോയി മീറ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യൂ. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ദീപു എവിടെ? ക്യാബിനിലേക്ക് പോയിട്ടുണ്ട്. मैंने प्यार किया तो താര എസ്കേപ്പ്. എന്താടാ ഇത്? ഹെൽപ്പ് മീ. ദേ ആ പിശാച് ഇവിടെയും വന്നു. ആര്? താര. നിന്ന് ചിരിക്കാതെ ആ സാധനത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട് പ്ലീസ്. ഓക്കെ, നീ ജുവാന്റെ റൂമിലേക്ക് ചെല്, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. താങ്ക്സ് അളിയാ. ഹായ് സിത്താര. എൻ്റെ അമ്മൂട്ടി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ലേ ഞാൻ ഈവനിങ് നേരത്തെ. ഹലോ ഹലോ അമ്മു, എന്ത് വേടാ ഇത്? നീ എന്തിനാ ഓടിയത്? ഒളിമ്പിക്സിന് വല്ലതും പോകുന്നുണ്ടോ? ആ പിശാചിന്റെ മുന്നിൽ പെടാതെ രക്ഷപ്പെട്ട് വന്നതാ. ഏത് പിശാച്? താര. ആരാ? എടാ താര. ഓ, നിന്റെ ഡോക്ടർ. അല്ല, നീ എന്തിനാ കൊച്ചിനെ ഇങ്ങനെ പുറകെ നടത്തിക്കുന്നേ? ഒരു എസ് പറഞ്ഞൂടെ? കൊച്ചോ? ആരവളോ? പെണ്ണ് കാണാൻ പോയതിൻ്റെ അന്ന് തന്നെ ഞാൻ ആ സാധനത്തിനോട് പറഞ്ഞതാ എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. എന്നിട്ടും പിന്നാലെ കൂടിയിരിക്കുക. അതിന് സപ്പോർട്ട് ആ കോന്തൻ വക്കീലും. ഏത് വക്കീലും? എന്നെ തന്താ അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ. എടാ താര, പണി പാളി മോനെ. ആ തെണ്ടി രുദ്ര എനിക്കിട്ട് പണിതടാ. ഹായ്. അല്ല, ഇതാരോ സിതാരയോ? വാ, ഇതെന്താ ഇവിടെ? ഞാൻ ദീപുവേട്ടനെ കാണാൻ. ഓക്കെ, എടാ എന്നാ നിങ്ങൾ സംസാരിക്കേ, മീറ്റിങ്ങിന് സമയമായി. ഞാൻ വന്നത് ദീപുവേട്ടന് ബുദ്ധിമുട്ടായോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? അല്ല, എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്കറിയാം ദീപുവേട്ടന് ഞാനൊരു ശല്യമുണ്ടെന്ന്. എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലാന്ന്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലായി, സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയില്ലെന്ന്. ഇനി ദീപുവേട്ടനൊരു ശല്യമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകുക നാളെ തന്നെ ഓസ്ട്രേലിയയിലേക്ക്. ഇനി ഇങ്ങോട്ടൊരു മടങ്ങി വരവില്ല. എൻ്റെ മാരേജ് ഇനിയും നീട്ടിവെക്കാൻ പറ്റില്ലെന്നാ പാരൻസ് പറയുന്നത്. ദീപുവേട്ടൻ്റെ ആൻസറിന് വേണ്ടി 1 വർഷം കാത്തില്ലേ? എന്നിട്ടും ഇനിയും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ മൈ പാരൻസ്, അവർക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യത്രേ. മറ്റൊരു വിവാഹം എനിക്ക് താല്പര്യമില്ല. ദീപുവേട്ടനെ മറക്കാൻ കഴിയുമെന്നും എനിക്കറിയില്ല. എൻ്റെ പാരൻസിനെ എനിക്ക് ഇനിയും വിഷമിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്.
ഞാൻ ഇനി ഒരു ശല്യമാകില്ല. ബൈ ദീപേട്ടാ, ബൈ. ആട്ടമുണ്ട്. പക്കീന്റെ നമ്പർ ഏറ്റുന്നാ തോന്നുന്നേ. രുദ്ര, എടാ ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. രുദ്ര, ഞാൻ വീട്ടിലേക്ക് പോകുക. വാട്ട്? അപ്പോൾ മീറ്റിംഗ്? അതിന് നീയും ദീപും ഉണ്ടല്ലോ. ജുവാൻ, നീ എന്താ തമാശ പറയുക? ദിസ് മീറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, യു നോ. യെസ്, ഐ നോ. പക്ഷേ മീറ്റിങ്ങിനേക്കാൾ നിന്റെ പെങ്ങൾക്ക് പ്രധാനം ഞാൻ ഉണ്ടാക്കുന്ന മസാല ദോശയാണ്. എന്താ മസാല ദോശ? നീ എന്താ ഈ പറയുന്നത്? അമ്മുനോട് ഈവനിങ് നേരത്തെ എത്താമെന്ന് പറയും. നീ തന്നെ പറഞ്ഞു. ഞാനിപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ദോശ ഈവനിങ് ചെന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അത് പിന്നെ എന്തേ പറയുന്നില്ലേ? എന്താ ഫോൺ പിടിക്കേ. നീ പൊയ്ക്കോ. ഹായ് ഗൈസ്. ഹായ്, എന്തായി? സംസാരിച്ചോ? സംസാരിച്ചു. ആളിന്റെ ചെറിയൊരു ആട്ടമുണ്ട്. ഉണ്ടാവും, വക്കീലിന്റെ ഐഡിയ ഇല്ലേ? ഇതെങ്കിലും വർക്കൗട്ട് ആയാലും മതിയായിരുന്നു. അല്ല, എന്താ സംഭവം? അതും ഒരു വർഷമായി ഞാൻ പഠിച്ച പണി 18 നോക്കി ആളുടെ പുറകെ നടക്കുക. ഒരു മാറ്റവുമില്ല. അപ്പോൾ വക്കീലങ്ങളെ പറഞ്ഞത് അവസാനത്തെ അടവ് പ്രയോഗിക്കാൻ. ഒരു ഇമോഷണൽ ഡ്രാമ അതിൽ വീഴുമെന്ന്. അല്ല താര, ഇതും വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതും പാളി പോയാൽ അയാൾ നടക്കുന്ന വഴിയിൽ ഞാൻ എണ്ണ ഒഴിക്കും. വഴുതി വീഴുന്ന അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കൊടുത്ത് അരയ്ക്ക് താഴോട്ട് തളർത്തിയിടും. എന്നിട്ട് ഞാൻ എന്റെ കഴുത്തിൽ താലി കെട്ടിക്കും. അതിനുശേഷം ഞാൻ തന്നെ ട്രീറ്റ് ചെയ്ത് അയാളെ ഭേദമാക്കും. പിന്നെ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും. എങ്ങനെയുണ്ട് ഐഡിയ? അടിപൊളി. താങ്ക്സ്. അപ്പോൾ നിങ്ങളുടെ വർക്ക് നടക്കട്ടെ. ബൈ ഗൈസ്. ബൈ. ഇതിലും വലുത് എന്തോ അവന് വരാനിരുന്നതാടാ. ഇതിലും വലുതിന് എന്ത് വരാൻ? വെറുതെ അല്ല ഇവളെ കാണുമ്പോൾ അവൻ ചെകുത്താൻ കുരിശു കണ്ടതുപോലെ ഓടുന്നത്. എന്റെ കർത്താവേ, എന്റെ ചെറുക്കനെ നീ തന്നെ കാത്തുകൊള്ളണേ. അമ്മോ. അമ്മൂട്ടി, ദേ എഴുന്നേറ്റേ. ദാ മസാല ദോശ. താങ്ക് യു വിജയ. സൂപ്പർ. എന്റെ ഇച്ചാൻ അല്ലെങ്കിൽ പൊളിയല്ലേ. ദേ ഭാവയ്ക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ജുവാനില്ലാത്ത ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഏതായാലും മീറ്റിംഗ് സക്സസ് ആയല്ലോ. ഡാ, നീ ഇതെന്താ ആലോചിക്കുക? നത്തിങ്. പറയടാ. അത് താര 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 പോകുവാന്ന്. എങ്ങോട്ട്? ഓസ്ട്രേലിയയിലേക്ക്. ഓ, അതേതായാലും നന്നായി. ഇനി നിന്നെ ശല്യം ചെയ്യില്ലല്ലോ. അതിനാണ് നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ഏയ് അല്ല. എടാ, ഞാൻ ഇറങ്ങുക. കലൂരെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ടേ വരൂ. എടാ, ഞാൻ പോകുവാന്ന്. ആ ശരി. ഗുഡ് ഈവനിങ് ആൻറ്റി. ഗുഡ് ഈവനിങ് മോനെ. ഹായ് അങ്കിൾ. ഹായ് മോനെ. എങ്ങോട്ടാ രണ്ടുപേരും? ഞങ്ങളൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാ. ആഹാ. കലൂരിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടോ? ഊ ആൻറ്റി. ഹാ, അതെന്ത് പോക്കാ? നാളെ പോയാൽ പോരെ? ഏയ് അത് പറ്റില്ല. കലൂരിനെ കൊണ്ടുപോയിട്ട് പരിപാടിയുണ്ട്. എന്ത് പരിപാടി? ഓ, ഈ മനുഷ്യൻ. ഐ മീൻ അങ്ങനെയല്ല, കുറച്ച് വർക്ക് പെയിൻറ്റിങ് അത് ചെയ്ത് തീർക്കാൻ. ഓ, വർക്ക്. ആ, നടക്കട്ടെ നടക്കട്ടെ. ബൈ ബൈ. നമ്മുടെ മരുമകന്റെ പെയിന്റിംഗ് വർക്ക് തീരുമ്പോൾ ഒരു പേരക്കുട്ടിയെ കൂടി പ്രതീക്ഷിക്കാം, അല്ലേ വിദ്യ? ഹായ് മധു. ഹായ് രുദ്രേട്ടാ. എന്തു പറയുന്നു ജൂനിയർ അയോധ്യ? കല്ലു എവിടെ? റൂമിലുണ്ട്. കല്ലു, ദേ എത്തിയിട്ടോ ആള്. അളിയനില്ലേ? കിച്ചണിലാ. അമ്മേ, പേടിച്ചു പോയല്ലോ. ഐ മിസ് യു. അച്ചോടാ. എന്റെ കല്ലു, ഞാൻ പറഞ്ഞതില്ലേ റെഡി ആയി നിൽക്കാൻ. താനിപ്പോൾ പാക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ്. താൻ പാക്ക് ചെയ്തിട്ട് താഴേക്ക് വാ. ഞാൻ അളിയനെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ ഷെഫ് മാഫിയ, നീ എപ്പോ എത്തി? ദാ ഇപ്പോ. രുദ്രേട്ടന് കോഫി എടുക്കട്ടെ? വേണ്ടടോ, ഞങ്ങളിപ്പോ ഇറങ്ങും.
ആ അതെന്ത് പോക്കാടോ, മസാല ദോശ കഴിച്ചിട്ട് പോകാം. അല്ല, നിങ്ങൾ ഈ പ്രഗ്നന്റ് ലേഡീസിന്റെ ഔദ്യോഗിക ഭക്ഷണമാണോ മസാല ദോശ? ജുവാൻ ഇന്നത്തെ മീറ്റിംഗ് പോലും മാറ്റിവെച്ച് അമ്മുവിന് ദോശ ഉണ്ടാക്കാൻ പോയി. ദേ ഇവിടെ അളിയനും. അതെ, അധികം ചിരിയൊന്നും വേണ്ട. നീയും ദോശ ഉണ്ടാക്കാൻ പഠിച്ചു വെക്കുന്നത് നല്ലതാ. എന്തായി? എന്ത്? ദീപു? ചിന്താവിഷ്ടയായ ശ്യാമളൻ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ റൂമിലാണ്. ഐ തിങ്ക് ഇന്ന് രാത്രി എന്നെ ഡോക്ടറെ കാണാൻ പോകുമെന്നാ തോന്നുന്നത്. അത് പൊളിക്കും. ഏതായാലും ഹരിയങ്കിളിന്റെ ഐഡിയ ഏറ്റു. യെസ്. പിന്നെ ഏറ്റില്ലെങ്കിൽ ദീപുവിന് തന്നെയാ പണി കിട്ടാൻ പോകുന്നത്. എന്ത് പണി? താര പറഞ്ഞത് നീ മറന്നോ? എന്താ ചിരിക്കുന്നേ? നിന്റെ ആങ്ങളയ്ക്ക് കിട്ടാൻ പോകുന്ന പണിയെക്കുറിച്ച് ഓർത്ത് ചിരിച്ചു പോയതാ. എന്ത് പണി? ഹരിയങ്കിളിന്റെ ഈ ഐഡിയ ഏറ്റില്ലെങ്കിൽ ദീപുവിന്റെ കൈയും കാലും തല്ലി ഒഴിച്ച് കിടപ്പിലാക്കുമെന്നാ താര പറഞ്ഞ്. അയ്യോ, ഇച്ചായ, എനിക്കിപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. ബേബിക്കും പറയത്തക്ക പ്രശ്നമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അതിന്? ഞാൻ ഇന്നലെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഞാൻ പ്രത്യേകം ചോദിച്ചു, എന്ത്? ഈ ടൈമിൽ എനിക്ക് എൻ്റെ കെട്ടിയവനെ സ്നേഹിക്കാമോ എന്ന്. ഓ, ഈ പൊട്ടൻ ഇച്ചായൻ. എന്നതാ എൻ്റെ അമ്മൂട്ടി? എൻ്റെ ഇച്ചായ, എന്താന്ന്? അമ്മു, നീ மழையடிக்கும் சிறு பேச்சு, வெயிலடிக்கும் ஒரு பார்வை, உடம்பு மண்ணில் புதையிற வரையில் உடன் வர கூடுமோ? அடிவம் போல சவப்பு கணக்கால் கூட கருப்பு இல்லை. நீ தீண்டும் இடம் தித்திக்குமே. இனி பாக்கியுடம்பும் செய்ய வேண்டும் பாக்கியமே. കുറുക്ക് ചിരിത്തവളെ, എന്നെ കുങ്കുമത്തിൽ കരച്ചവളെ, നെഞ്ചിൽ മഞ്ചത്തെച്ച് കുളിക്കയിൽ. എന്താ അമ്മു? എന്തു പറ്റി? നിനക്ക് വേദനിച്ചോ? പേടിച്ചു പോയോ? പേടിക്കാതെ പിന്നെ. മനുഷ്യനെ പേടിപ്പിച്ചിട്ട് കിടന്ന് ചിരിക്കാതെ കോപ്പേ. നീ ഉറങ്ങിക്കേ. റിസ്ക് എടുക്കാൻ ഞാനില്ല. മമ്മി അറിഞ്ഞാലേ എന്നെ കൊല്ലും. നമുക്ക് ഉറങ്ങാട്ടോ. കല്ലൂസേ, എന്ത് ചെയ്യുവാ? എന്താ ചെയ്യുന്നെന്ന് കണ്ടൂടെ? വീട് ചെകുത്താനെ ആരെങ്കിലും കാണും. കണ്ടല്ലെന്താ? എന്റെ വീട്, എന്റെ അടുക്കള, എന്റെ ഭാര്യ. കല്ലു, കല്ലു, എന്താ? എനിക്ക് മസാല ദോശ ഉണ്ടാക്കണം. ഉണ്ടാക്കിക്കോ. മസാല ദോശയോ കൊത്തു പൊറോട്ടയോ എന്ത് വേണോ ഉണ്ടാക്കിക്കോ. പക്ഷെ മനുഷ്യന് കഴിക്കാൻ പറ്റണം. അതല്ലടി, എന്റെ അളിയന്മാര് മസാല ദോശ ഉണ്ടാക്കി അവരുടെ ഭാര്യമാർക്ക് കൊടുക്കുന്നില്ലേ? അതുപോലെ നിനക്കും ഉണ്ടാക്കി തരണം. നടന്നത് തന്നെ. അതെന്താ? എന്റെ ഏട്ടൻ നന്നായി കുക്ക് ചെയ്യും. ഈ ചയനും അത്യാവശ്യം കുക്കിംഗ് അറിയാം. പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയാണോ? കുക്കിംഗിന്റെ ABCD അറിയത്തില്ല. ഒരിക്കലൊരു കോഫി ഇട്ട് തന്നതിന്റെ ക്ഷീണം ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഓപ്പ്, ഈ മറുതയോട് പറയാൻ വന്ന എന്നെ വേണം തല. അല്ല, ഇത് ചെയ്താലേ പോകുവാണോ? ഈ പോടി. രുദ്രയുടെ മസാല ദോശ ഉണ്ടാക്കി താന്ന് പറഞ്ഞ് നീ തന്നെ എൻ്റെ അടുത്ത് വരുവടി. അന്ന് എടുത്തോളാം. ഏയ്, ഇവരിതെങ്ങോട്ടെ? അയ്യോ, ഓ, അങ്കിളായിരുന്നോ? എന്താടാ ദേ, ഇവനിതെവിടെ പോകുവാ? അങ്കിളിന്റെ മകൻ ഡോക്ടർ സിത്താരയുടെ വീടിന്റെ മതില് ചാടാനുള്ള പുറപ്പാടാണ്. ഏ എന്താ ഇവിടെ അമ്മാവനും മരുമകനും കൂടി ഒരു ഒളിച്ചുകളി? നമ്മുടെ മോൻ പിഴച്ചു പോയി ലച്ചു. എന്താ? ദേ, നിന്റെ മോൻ ആ ഡോക്ടറുടെ മതിൽ ചാടാൻ പോകുന്നു. ഓ, അതിനിത്ര അതിശയിക്കാനൊന്നുമില്ല. വിത്ത് ഗുണം 10. ലച്ചു, എന്താ? നമ്മൾ മോശമാണോ ഈ കാര്യത്തിൽ? നിനക്ക് കിടക്കാറായില്ലേ? ദേ പോകുവാ. എന്നാ ചെല്. ലച്ചു, നീ വന്നേ. അവനെയും കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങരുടെ അല്ലേ വിത്ത്. എന്താടാ?
ദീപക് ഹരികൃഷ്ണൻ ഡോക്ടർ സിതാരയുടെ വീടിന്റെ മതിൽ ചാടി. എപ്പോൾ? ദാ ഇപ്പോ. ഇത്ര വേഗം ഉറങ്ങിയോ രുദ്രേട്ടാ? രുദ്ര ഡോ. എന്താ? അതെ, ശരിക്കും എനിക്ക് മസാല ദോശ ഉണ്ടാക്കി തരുമോ? ഓഫ് കോഴ്സ്. ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി തരുമോ? അളിയന്മാർ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി തരും. എങ്കിൽ മസാല ദോശ കഴിക്കാൻ ഞാൻ റെഡി. ശരിക്കും? മുന്നിരാവിൽ ഉന്നിത്തിളവ് മടിയിൽ കാറ്റ് நுழைவதனோ உயிர் கலந்து கழித்திருந்தேன். இன்று வெண்ணிலாவில் அந்த ஈர நினைவில் கண்டு அவிப்பதனோ மனம் கலங்கி புலம்புகிறேன். എന്തുവാടി നോക്കുന്നേ? ഒന്നുമില്ല. കുറെ നേരമായല്ലോ എന്റെ ചോര ഊറ്റാൻ തുടങ്ങിയിട്ട്. നോക്കാനും പാടില്ലേ? ഒരു അൺറൊമാൻറ്റിക് മുരാച്ചി. ആര്? ഞാനോ? യെസ്. നീ നിന്നെ തന്നെ ശരിക്കും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ ഞാൻ അൺറൊമാൻറ്റിക് ആണെന്ന്. ഓ, അല്ല, അമ്മയും അച്ഛനും എത്തിയില്ലേ? മകനെ പോലെ അവർ അൺറൊമാൻറ്റിക് അല്ലാത്തത് കൊണ്ട് എത്തിയിട്ടില്ല. ആയുവേട്ടാ, എന്താ? നമുക്ക് നാളെ ഔട്ടിങ്ങിന് പോയാലോ? ഞാനെങ്ങുമില്ല. നീ അച്ഛനും അമ്മയോടൊപ്പം പോയാ മതി. അതെന്താ ആയുവേട്ടൻ കൊണ്ടുപോകാഞ്ഞേ? ഞാൻ അൺറൊമാൻറ്റിക് അല്ലേ? എന്ന് ആര് പറഞ്ഞു എന്റെ ആയുവേട്ടൻ റൊമാൻറ്റിക് അല്ലാന്ന്? നീ തന്നെ. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്റെ ആയുവേട്ടൻ റൊമാൻറ്റിക് ആണ്. യു ആർ ദ മോസ്റ്റ് റൊമാൻറ്റിക് പേഴ്സൺ ഇൻ ദ വേൾഡ്. तेरे संग तारी है, तेरे संग कुमारी है, तेरे संग चैन भी मुझको, तेरे संग बेकरारी है. ഹലോ, വാട്ട്? എപ്പോൾ? ഛേ, ഇയാൾ എത്ര ഭീരുവായിരുന്നോ? ഓക്കെ സൈമൺ, ജോൻ എന്ന് അറിയിച്ചേക്ക്. എന്താ ആയുവേട്ടാ? നത്തിങ്. ഉറങ്ങിക്കോട്ടോ. ഓ, ഇവൾക്ക് രണ്ടടി താഴ്ത്തി ഈ മാതിരി പണിതൂടായിരുന്നോ? കോപ്പ്. വാസ്തുശാസ്ത്ര പ്രകാരം ഇവളുടെ റൂം ഇതായിരിക്കും. ദീപുവേട്ടാ, എന്താ ഇവിടെ? ഞാൻ തന്നെ കാണാൻ. ഈ രാത്രിയിൽ? അത് താര, താൻ നാളെ പോകണ്ട. എങ്ങോട്ട്? നീയല്ലേ പറഞ്ഞത് ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ പോകുന്നുവെന്ന്? ഓസ്ട്രേലിയ. ഓ യെസ്, താൻ നാളെ പോകണ്ട. അതെന്താ? അത് ഞാൻ ദീപുവേട്ടന് വരുന്നുണ്ടോ? അതല്ല, പിന്നെ? എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. ആരുടെ കല്യാണത്തിന്? താര. ഞാനിപ്പോ വരാം. എങ്ങോട്ടാ? ഇപ്പോൾ തന്നെ അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ട് വരാം. താര നിക്ക്, നാളെ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ശരി, ബൈ. അല്ല, പോകുവാണോ? എന്താ?
കുലു കുലു വെൺപനി പോലെ സല സല സല്ലടയാക പല പല കൽപ്പனை മാറ പരക്കവ കൊണ്ടിനി പക ഡാ മതിയുടെ ഉറങ്ങിയത്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? ഗുഡ് മോർണിംഗ് കല്ലുസേ. ഗുഡ് മോർണിംഗ് ദീപു ഏട്ടാ. രുദ്ര എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റിട്ടുണ്ടാകും. ഇച്ചയും മുകളിലേക്ക് പോയിട്ടുണ്ട്. ജുവാൻ വന്നോ? അമ്മ ഉണ്ട് കൂടെ. ഡാ നീ വന്നിട്ടെന്ന് എന്നെ വിളിക്കാഞ്ഞേ? നീ മതിൽ ചാടിയിട്ട് എപ്പോൾ തിരിച്ചിറങ്ങി? അത് നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. എന്താ രുദ്ര? സി ഡാ ഇത് ഇയാൾ എത്ര ഭീരുവായിരുന്നോ? ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇയാളെങ്കിലും എൻ്റെ കൈ കൊണ്ട് തീർക്കണമെന്ന് കരുതിയതാ. ദാസ് ഇതെങ്ങനെ? എനിക്കറിയില്ല. ദേ ഒരുമാതിരി മനുഷ്യനെ ആക്കിയുള്ള നിന്റെ ചിരിയുണ്ടല്ലോ. നീ അറിയാതെ ഇത് സംഭവിക്കില്ല. ഞാൻ എന്ത് ചെയ്തു എന്നാ? നീ ഇത് ചെയ്യൂ. എനിക്ക് നിനക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. ആ 4 ചെക്കന്മാർക്ക് അറിഞ്ഞൂടാത്ത ഒരു രഹസ്യം. ജോണിനെ കൊന്നത് അഭിറാമല്ല, നരേന്ദ്രനാണെന്നുള്ള രഹസ്യം. അവനെ നീ വെറുതെ വിടില്ലെന്ന് എനിക്കറിയാം. പറയ്, നീ എന്താ ചെയ്തത്? കത്തിച്ചു പച്ചയ്ക്ക് എൻ്റെ ജോണിന് വേണ്ടി. ദാസ്, എൻ്റെ ജോണിനെ ഇല്ലാതാക്കിയതുപോലെ രുദ്രയെയും അവനെ ഞാൻ വെറുതെ വിടണമായിരുന്നോ? അവനെ മറ്റാരും ഒന്നും ചെയ്യാതിരിക്കാനാ, മക്കളുടെ പിന്നാലെ വരാതിരിക്കാനാ ജയിലിലാക്കിയത്. അഭിറാം അവൻ്റെ വരവിനായാണ് കാത്തിരുന്നത്. ആദ്യം അവൻ്റെ മകൻ തീരണമായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയുണ്ടല്ലോ, ആ റാസ്കലും അറിയണമായിരുന്നു ഹരി. അഭിറാമിൻ്റെ മരണശേഷം ഞാൻ കാത്തിരിക്കുകയായിരുന്നു ജയിലിൽ നിന്ന് അവൻ ഇറങ്ങുന്ന ദിവസത്തിന് വേണ്ടി. നീ ദാസ് എന്താ ചെയ്തത്? ശങ്കർ വേണ്ട, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഇനി ഞാൻ നിനക്ക് പിറകെ വരില്ല. ജുവാൻ മോനെ, അത് എൻ്റെ പപ്പയോട് എനിക്ക് അസൂയ തോന്നുന്നു അങ്കിൾ. മൈ പപ്പ ഈസ് ലക്കി ഫോർ ഹാവിങ് 2 ഫ്രണ്ട്സ് ലൈക്ക് യു. ജുവാൻ. ഇല്ല അങ്കിൾ, എൻ്റെ നാവിൽ നിന്നും ആരും അറിയില്ല. ട്രസ്റ്റ് മീ. എന്താ വക്കീലിനൊരു അമാന്തം? ഹക്മി, നീ ഞങ്ങളുടെ മുത്തല്ലേടാ. എന്താണ് രാവിലെ മരുമകനോടൊരു സ്നേഹപ്രകടനം? എന്താടാ, അവനെ ഞങ്ങൾക്ക് സ്നേഹിച്ചൂടെ? വേണ്ടെന്നാര് പറഞ്ഞു? പക്ഷെ വല്ലപ്പോഴും ഞങ്ങളെയും പരിഗണിക്കാം. ഞങ്ങളെയും. ദാസ്, എന്താ നിന്റെ മുഖത്തൊരു ഗൗരവം? അഭിഷേക് ഈസ് മിസ്സിംഗ്. വാട്ട്? മിസ്സിങ്ങോ? എങ്ങനെ? 2 ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയവൻ മിസ്സായെങ്കിൽ ഇതിന് പിന്നിൽ ആരാണെന്ന് നിനക്കറിയില്ലേ? നമ്മുടെ മക്കളെയും മരുമകനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഹരി, കോൾ അയോധ്യ. ദാ റിങ് പോകുന്നുണ്ട്. ഹലോ സർ. ഹലോ, ആയു കഴിഞ്ഞോ? രുദ്ര, കഴിഞ്ഞു സർ. എന്താ ദാസ്? അവസാന ശത്രുവും ഫിനിഷ്.